അപ്പോൾ ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു പ്ലെയിൻ സാരി ഉണ്ട്, ഡിസൈനൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് നമുക്കിതിനൊരു ഡിസൈൻ, ജസ്റ്റ് ഒരു ബോർഡർ കൊടുത്ത് നോക്കാം. അപ്പോൾ നേരെ വീഡിയോ കണ്ടിട്ട് വന്നാലോ. സാരി നല്ല സാരിയാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ എന്നാലും എനിക്കിപ്പോൾ തോന്നുന്നു അതിനെന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുക്കണമെന്ന്. അങ്ങനെ കുറേ വീഡിയോസൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. അങ്ങനെ അവസാനം അക്രിലിക് പെയിൻറ് വെച്ചിട്ട് ഇതുപോലെ സാരിയൊക്കെ ഡിസൈൻ ചെയ്യാറുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാനും ഈ സാരി ഒന്ന് ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളുടെ കയ്യിൽ തന്നെ അക്രിലിക് പെയിൻ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ഡിസൈൻ ചെയ്യും, എങ്ങനെ ചെയ്യും എന്ന് എനിക്കൊരു പിടിയും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളെ പോലെ തന്നെ മറ്റ് യൂട്യൂബേഴ്സൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അവരുടെയൊക്കെ ഒരു ഹെൽപ്പും ഉണ്ട്. അങ്ങനെ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവസാനം എന്തായാലും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ലുക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾക്കും കാണണ്ടേ? അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, എല്ലാവിധ സപ്പോർട്ടും ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ബ്രഷും നമ്മുടെ പെയിൻറ്റും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാരിയിൽ ഒരു ഡിസൈനാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സാരി ആദ്യം ഉള്ളിലേക്ക് പോകേണ്ട ഭാഗത്ത് ജസ്റ്റ് ഒരു ഡിസൈൻ പോലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു സൺഫ്ലവറും പിന്നെ ഒരു നോർമൽ ഡിസൈനും. അപ്പോൾ ആ ഡിസൈൻ മാത്രമായിരുന്നു എനിക്ക് ഇഷ്ടമായത്. അപ്പോൾ അത് തന്നെ അങ്ങോട്ട് ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ സ്കെയിലും ഒരു പെൻസിലൊക്കെ എടുത്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. വളരെ ലൈറ്റായിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസൈൻ ഞാനിവിടെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതെന്താ ഡിസൈൻ എന്ന് ഞാനിവിടെ വൈറ്റ് പേപ്പറിലൊന്ന് വരച്ച് കാണിക്കാം. അപ്പോൾ ഇനിയാണ് മൊനേട്ടിൻ്റെ പണി. ഈ ഒരു ഡിസൈൻ നമുക്ക് സാരി ഫുള്ളായിട്ട് അങ്ങോട്ട് കവർ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിതാ അടിയിലൊരു പേപ്പറൊക്കെ വെച്ചിരുന്നിട്ടുണ്ട്. ഇവിടെ കളർ ചെയ്യാൻ എടുത്തിട്ടുള്ളത് നല്ല ഗ്രീൻ കളർ പെയിൻറ്റും റെഡും ആണ്. അപ്പോൾ ആ ഒരു ലീഫ് പോലെയുള്ള ഭാഗത്ത് നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം. അപ്പോൾ ഗ്രീൻ 21 എന്ന് പറയുന്നൊരു പെയിൻ്റാണ് ഇത്. അപ്പോൾ ലീഫിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്ലവറും കൂടി കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഡിസൈൻ. ഇനി ഇത് മുഴുവനായിട്ട് നമുക്ക് ഇരുന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഉച്ച സമയത്താണ് നമ്മൾ ഈ പണി തുടങ്ങിയത്. അത് തീരുമ്പോൾ ഏകദേശം രാത്രി ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾ തുടങ്ങി വെച്ചാൽ പിന്നെ നമുക്കത് തീർക്കാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് വളരെ ക്ഷമാപൂർവ്വം ഞാനിവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു പെയിൻറ്റ് അതിൻ്റെ അടിഭാഗത്ത് കൂടി സ്പ്രെഡ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് സൂക്ഷിച്ച് പൊക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അടിയിലൊക്കെ സ്പ്രെഡായിട്ട് വരും. അല്ലെങ്കിൽ അത് അവിടെ തന്നെ കുറച്ച് നേരം ഉണങ്ങാൻ വെക്കുക, എന്നിട്ട് മെല്ലെ എടുക്കുന്നതാവും ബുദ്ധി. അപ്പോൾ ഞാൻ ഇരുന്നും കിടന്നും തലകുത്തി മറിഞ്ഞൊക്കെ പെയിൻറ്റ് ചെയ്യുകയാണ്. ഈ ഒരു സിമ്പിൾ ഡിസൈൻ തന്നെ സാരി മുഴുവനായിട്ട് ചെയ്യണമെങ്കിൽ സമയം കുറച്ചധികം എടുക്കുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സിമ്പിൾ ഡിസൈനിലങ്ങ് ഒതുക്കിയത്. അതിൻ്റെ ഇടയിൽ പെയിൻ്റൊക്കെ ഒന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത് വീണ്ടും ഒരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആശുകുട്ടനാണ് ഇന്നത്തെ എൻ്റെ ക്യാമറാമാൻ. അപ്പോൾ സാരി നമ്മളിതാ നമ്മുടെ ലിവിങ് ഏരിയയിൽ വന്നിട്ട് അവിടെ ജനലിനോട് ചേർത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് വിശാലമായിട്ട് ചെയ്യാനുള്ളൊരു സൗകര്യം കൂടി കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി ഇത് മുഴുവനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ വെക്കുക. നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം എടുത്താൽ മതിയാവും. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എൻ്റെ ഒരു അമിത ആവേശം കാരണം എനിക്ക് പറ്റിയൊരു വലിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ എന്തായാലും സാരി ഡിസൈനിങ് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ നമുക്കിതൊരു നല്ല റെഡ് ബ്ലൗസൊക്കെ വെച്ചിട്ട് നമുക്ക് ഉടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്.
അപ്പോൾ പിന്നെ അതിൻ്റെ പെയിൻ്റൊന്നും അങ്ങനെ ഇളകി പോകത്തൊന്നുമില്ല. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ നേരെ മറുഭാഗത്താണ് അയൺ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് കൂടി കഴിഞ്ഞാൽ നമ്മുടെ സാരി സെറ്റായിട്ടുണ്ടാവും. നിങ്ങൾ കുറച്ച് ക്ഷമയുള്ള കൂട്ടത്തിലാണെങ്കിൽ നമുക്കിതുപോലെ ഡ്രസ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൽ ഞാൻ സ്വന്തമായിട്ട് തന്നെയായിരുന്നു ഇതിൻ്റെ പിക്ചേഴ്സൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നത്. അതായത് വേറെ ഒരു കൃത്യമായൊരു മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അടുത്തുനിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിൻ്റേതായ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്യുന്നതാവും നല്ലത്. പക്ഷേ എന്ത് തന്നെയായാലും ഡിസൈനിങ് നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറെ സന്തോഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.